എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു കുരിശിൻ്റെ വഴിയുണ്ട്. പഴയ കാലത്തെ നമ്മുടെ ആബേലച്ഛൻ്റെ കുരിശിൻ്റെ വഴി. അതിൽ 10ാമത്തെ സ്ഥലത്ത് ഇപ്രകാരം ആബേലച്ഛൻ എഴുതി വെച്ചു, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്: ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന മിശിഹായെ, ഗാഗുൽത്താ മലയിൽ വെച്ച് ക്രൂരസേവന്മാർ അങ്ങയുടെ വസ്ത്രങ്ങൾ ബലമായി ഉരിഞ്ഞെടുത്തുവല്ലോ. അങ്ങയുടെ നഗ്നനായി അവഹേളിക്കുകയും അവിടത്തേക്ക് കുടിക്കുവാൻ കയ്പുള്ള പാനീയം നൽകുകയും ചെയ്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച മാനസികവും ശാരീരികവുമായ വേദന എത്രയോ ദുസ്സഹമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കർത്താവിന് ഒരിറ്റ് വെള്ളം കുടിക്കാൻ കിട്ടിയിട്ടില്ല, ഒരു വസ്ത്രം ധരിക്കാൻ കിട്ടിയിട്ടില്ല. നമുക്കിന്ന് ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വസ്ത്രം ആവശ്യമില്ലാതെ നടക്കുന്നൊരു കാലഘട്ടമാണ്. എവിടെയൊക്കെ എങ്ങനെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നൊരു കാലഘട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സമ്മേളനങ്ങൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കുടുംബ സമ്മേളനമായാലും തിരുനാളായാലും അല്ലെങ്കിൽ നൊവേന തിരുനാളായാലും ഇടവക തിരുനാളായാലും എല്ലാം സമൃദ്ധിയായ ഭക്ഷണം കിട്ടുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കമല്ല, സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്നത്. അതുകൊണ്ട് പറയാം, ഈശോ എന്തിനാണ് ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തത്? ഈശോയ്ക്ക് എന്തിനാണ് വെള്ളം കൊടുക്കുക? അങ്ങനെ പറയുകയാണ്: നഗ്നനായി അവഹേളിക്കുകയും അവിടത്തേക്ക് കുടിക്കുവാൻ കയ്പുള്ള പാനീയം ചെയ്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച മാനസികവും ശാരീരികമായ വേദന എത്ര ദുസ്സഹമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത്, അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഈശോയെ അവരെ പീഡിപ്പിക്കുകയും അവർ നഗ്നനാക്കി വഴിയിലൂടെ നടത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, താങ്ങാൻ പറ്റാത്ത വലിയൊരു കുരിശ് അവൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രകാരം പറയാണ്, ഈശോത്തോട് അടക്കത്തിന് യോജിക്കാത്ത വസ്ത്രധാരണത്താലും ഭക്ഷപാനീയങ്ങളുള്ള ക്രമരഹിതമായ ആസക്തിയാലും. ആസക്തി ഉണ്ടോയെന്ന്? ഉണ്ടോ? ഹല്ലേലൂയ. ആസക്തി ഉണ്ടോയെന്ന്? ക്രമരഹിതമായി. ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ക്രമരഹിതമായ ആസക്തി ഭക്ഷണപദാർത്ഥങ്ങളോട് ഒന്നും ഉണ്ടായിട്ടില്ല. അന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നതെങ്കിൽ ഇന്ന് അത് 100 മടങ്ങിൻ്റെ അപ്പുറത്തായി കഴിഞ്ഞു. ഹല്ലേലൂയ. ക്രമരഹിതമായ ആസക്തിയാലും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വീണ്ടും ചെയ്യുന്നത് ഇതേ പ്രവൃത്തി തന്നെയാണ്. ഇതേ പ്രവൃത്തി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന പഴയ മനുഷ്യനെ, എൻ്റെ ജീവിതത്തിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് ഉരിഞ്ഞു മാറ്റി വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ. അപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങളോട് നമുക്ക് ആസക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വസ്ത്രങ്ങൾ മാന്യമായിട്ട് ധരിക്കാതെ മറ്റുള്ളവർക്ക് ഉദപ്പിന് കാരണമായെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ നമ്മൾ അനുദപിച്ച് മാപ്പ് ചോദിക്കേണ്ട ഒരാവശ്യകതയാണ്. കാരണം ശരീരം നമ്മുടേതല്ല, ശരീരം പരിശുദ്ധാത്മാവിൻ്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ കാലത്ത് കാരണവന്മാർ നല്ല വൃത്തി മെനയുള്ള വെള്ള വസ്ത്രം ഇട്ടായിരുന്നു പള്ളിയിൽ പോകുന്നത്. അപ്പനും അമ്മയും എല്ലാം വെള്ള വസ്ത്രമാണ്. അങ്ങനെ വെള്ള വസ്ത്രമുള്ളൊരു കാലഘട്ടം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പിന്നീട് എന്തായി? അത് നമുക്ക് അലക്കാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കളർ വസ്ത്രമായി. ഇപ്പം കളർ വസ്ത്രം എന്തായി? കൈയും കാലും ഇല്ലാത്ത ഭാഗങ്ങൾ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളർന്നോ താഴ്ന്നോ? വിശ്വാസത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കർത്താവ് പറയാണ്, 1-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം: നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുന്നു. ഭവനത്തെ പ്രതി, നമ്മുടെ ഭവനത്തെ പ്രതി എന്ന് പറഞ്ഞാൽ വീടിനെ പ്രതിയല്ല, നമ്മുടെ ശരീരത്തെ പ്രതി. ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുന്നു. ഹല്ലേലൂയ. നമ്മളെ സഭയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ താല്പര്യം, നമ്മുടെ താല്പര്യം എന്താണെന്ന് നമ്മുടെ ഭവനങ്ങളെക്കുറിച്ചുള്ള താല്പര്യമാണ്. നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചല്ല നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെക്കുറിച്ചുള്ള പഠനമാണ്. അല്ലേ? ആണോ താല്പര്യം? ഹല്ലേലൂയ. തൊട്ടടുത്ത വീട്ടിലെ കൊച്ചിന് എല്ലാം A+ കിട്ടുന്നതെന്ന് പ്രാർത്ഥിക്കുന്ന ഏത് അമ്മച്ചി ഇവിടെ ഉണ്ട്? കൈ നോക്കി.
കർത്താവെ എൻ്റെ മകന് എല്ലാ A+ ആയിരിക്കണം, അവിടുത്തെ കൊച്ചിന് ഒരു A+ കുറയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥി, അല്ലേ? അല്ലേ ലിയ? കാരണം എന്താ, എൻ്റെ മോളോ മോനെ ജയിച്ചാലാണ് ഫ്ലെക്സ് അടിച്ച് റോട്ടിൽ വയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാവരും A+ മേടിക്കുകയാണെങ്കിൽ പിന്നെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കാൻ പറ്റുമോ? അല്ലേ ലിയ? അല്ലേ ലിയ? അല്ലേ ലിയ? കർത്താവ് പറയാണ്, സഭ ഇതാ തകർന്ന് കിടക്കുക. ഈ കാലഘട്ടത്തിൽ സഭ തകർന്ന് കിടക്കുകയല്ലേ? സഭ തകർന്ന് കിടക്കുമ്പോൾ സ്വന്തം ഭവനത്തെക്കുറിച്ചും സ്വന്തം മക്കളെക്കുറിച്ചും സ്വന്തം ഭാവി ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ വ്യഗ്രചിത്തരാണെങ്കിൽ നിങ്ങൾ പണിതുയർത്തേണ്ടത് നിങ്ങളുടെ ഭവനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ശരീരമാകുന്ന ഭവനങ്ങളെയാണ് പണിത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഭവനങ്ങൾ പണിതുയർത്തുമ്പോൾ ആ ഭവനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ത് പണിതുയർത്തുന്നത്? സഭയാകുന്ന ദേവാലയം പണിതുയർത്തുന്നത്. അല്ലേ? സഭയാകുന്ന ഓരോ കുടുംബങ്ങളും നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ പണിതുയർത്തുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സഭയാണ് പണിതുയർത്തുന്നത്. അല്ലേ ലിയ? കാരണം ഇത് നമ്മൾ ഈ 10ാമത്തെ സ്ഥലം വായിക്കുമ്പോൾ 8ാമത്തെ സ്ഥലം കൂടി കൂട്ടി വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 8ാമത്തെ സ്ഥലത്ത് ജെറുസലേം സ്ത്രീകൾ ഈശോ മിശിഹായെ കൊണ്ടുപോകുന്നത് വലിയ സങ്കടം അവർക്കുണ്ടായി, വലിയ വേദന ഉണ്ടായി. അപ്പോൾ ഈശോ പറഞ്ഞു, വേദനയുടെ നടുവിലും പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ ആരെ ഓർത്ത് കരയണമെന്ന് വെച്ചാൽ അവിടെ പറയാണ്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുഞ്ഞു മക്കളെയും ഓർത്ത് കരഞ്ഞു മതി. കാരണം എന്താ, ഇന്ന് കരയുന്നത് നമ്മുടെ മക്കളെ ഓർത്ത്. ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ആ സ്ത്രീകൾക്ക് വലിയ സങ്കടവും ദുഃഖവും ഈശോയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന തകർച്ചയെക്കുറിച്ച് പ്രവചിക്കുകയായിരുന്നു. മക്കളെ എന്ത് ചെയ്യണം? കരയുന്നതും സങ്കടപ്പെടുകയും ദുഃഖിതരെയും ആശ്രയം മിശിഹായെ കുരിശ് ചുമക്കുന്നതിനെ അങ്ങേ കണ്ട് വിലപിച്ച ജെറുസലേം സ്ത്രീകളെ, ഭക്തസ്ത്രീകളെ അങ്ങ് കരുണാപൂർവ്വം ആശ്വസിപ്പിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവനെന്ന് അവിടെ അരുളി ചെയ്ത കർത്താവ്. അല്ലേലൂയ. ഞങ്ങളുടെ പാവങ്ങളെ ഓർത്ത് മനസ്തപിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ശത്രുക്കൾ അങ്ങേ മൗതിക ശരീരത്തെ, ഇത് തന്നെയാണ് ആര് പറയുന്നത്? ഹഗായി പ്രവാചകൻ. ശത്രുക്കൾ അങ്ങയുടെ മൗതിക ശരീരത്തെ വ്രണപ്പെടുത്തുകയും അങ്ങേ പ്രതിനിധികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന നിമിത്തം വേദനിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന അങ്ങേ ആശ്വസിപ്പിക്കാൻ അല്ലേലൂയ. നമ്മൾ യേശു ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കേണ്ട, പക്ഷേ നമ്മുടെ മക്കളെ ഓർത്ത് കരഞ്ഞ് ഈശോ ആഗ്രഹിച്ച ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ ഉയർത്തുക. ഈശോ ആഗ്രഹിച്ചെന്ന, ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈശോ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം, നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്തൊരു കാര്യം, അത് സാത്താൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ മേൽ നമുക്ക് നിൽക്കാൻ, എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പിതാവായി ദൈവം ചെയ്ത ഏറ്റവും വലിയ സമ്മാനമാണ് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ രഹസ്യം. അല്ലെങ്കിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ആ പീഡാസഹന മരണ രഹസ്യത്തിൻ്റെ യോഗ്യതയിലാണ് നമ്മൾ ഓരോരുത്തരും സുഖം പ്രാപിക്കുന്നത്. ഓരോരുത്തരും മരണത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, കുടുംബ തകർച്ചയിൽ നിന്നും വിടുതൽ പ്രാപിക്കും. എന്നാൽ കുടുംബനാഥന്മാർക്കും നാഥകൾക്കും ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മക്കളെ വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പഴയ കാലത്ത് മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടല്ല, സമ്പത്തില്ലാത്ത കുഴപ്പമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ 6 എണ്ണങ്ങളുണ്ട്. 6 എണ്ണങ്ങളെ വളർത്താൻ അപ്പനും അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതുങ്ങൾക്ക് തീറ്റിപ്പോറ്റാനുള്ള പൈസ സമ്പാദിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ തീറ്റിപ്പോറ്റാനുള്ള പൈസ സമ്പാദിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതുങ്ങളെ നേരായ വഴിക്ക്, പഴയ കാലത്ത് നമ്മൾ ആനകളെ പിടിച്ചു കഴിഞ്ഞാൽ ആനക്കൂടുണ്ടായിരുന്നു. നിങ്ങൾ കോടനാട് മലയാറ്റൂർ പോയി തിരുനാളൊക്കെയും കഴിയുമ്പോൾ അതിൻ്റെ അക്കരയ്ക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ആന വളർത്ത് കേന്ദ്രമുണ്ട്. അല്ലേ ലിയ? കോടനാടൊക്കെ നമ്മൾ ഇന്ത്യയിൽ 2 സ്ഥലത്താണ് ആനകളെ മെരുക്കുന്ന സ്ഥലമുള്ളത്. അത് നിങ്ങൾ പോയി കാണുന്ന നല്ലതാണ്. നല്ല തടി കൊണ്ട് ഉണ്ടാക്കിയ നല്ല മുറികൾ പോലെയുള്ള സാധനങ്ങൾ ഈ ആനകളെ കയറ്റിയിട്ട് എന്ത് കഴിഞ്ഞാൽ ഈ മരങ്ങൾ വെച്ച് അങ്ങോട്ട് ബന്ധിക്കും. പിന്നെ ആനകൾക്ക് തിരിയാനോ ഇല്ല. അങ്ങനെയാണ് മരങ്ങൾ വെച്ച്, മരങ്ങൾക്കുള്ളിൽ കിടന്ന്, മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മരമല്ല, ചീന്തിയ നമ്മുടെ ഈ ഉത്തരം പോലെയുള്ള അതിൻ്റെ ഉള്ളിൽ കിടന്നാണ് ഈ ആനകൾ മെരുകുന്നത്.
നമ്മൾ അടുത്തൊരു കാലഘട്ടത്തിൽ മക്കളും മെരുക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വലുപ്പം. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുങ്ങൾ തിരിച്ചു വരിക സാധിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനെ വിളിച്ച് പറയാണ്, നാളെ പരീക്ഷ ഉള്ളതാണ്, പക്ഷേ 10 മണിയായിട്ടും പയ്യൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ പരീക്ഷിക്കും? പിറ്റേ ദിവസം അവൻ രാവിലെ ഒരു അരമണിക്കൂർ നേരം യൂട്യൂബ് നോക്കിയെങ്കിലും നോക്കും പഠിക്കാനുള്ളത്. സ്കൂളിൽ പോവില്ല, അല്ലേ ലിയ? സ്കൂളിൽ പോയില്ല. അങ്ങനെയുള്ള പഠനങ്ങൾ എന്താ പിന്നെ റിപ്പോർട്ട് എന്താ അങ്ങനെ അത് എന്താ ചേച്ചിമാരെല്ലാവരും കൂടി സഹായിച്ചതായി കൊടുത്തു, അല്ലേ ലിയ? ഇപ്പോൾ പഠിക്കാൻ അറിയാം, കൈ കൊണ്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ എന്താണെന്ന് സ്ക്രൈബർ എന്തൊക്കെയോ സാറുകളുണ്ട്, അല്ലേ ലിയ? വേറൊരു പയ്യൻ ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ആർത്തിയാണ്, രാത്രി മുഴുവൻ യൂട്യൂബ് കളിക്കുക. അവന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ഞാൻ ചോദിച്ചു ആരാ പരീക്ഷ എഴുതുന്നത്? ഞാനല്ല, വേറൊരു 9ാം ക്ലാസ്സിലെ പയ്യനെ വെച്ച് തന്നേക്കുക പരീക്ഷ എഴുതാൻ. ഇവനെന്തെങ്കിലും പറഞ്ഞു കൊടുത്താലല്ലേ എഴുതാൻ പറ്റുള്ളൂ. പറ്റുമോ? ആ പയ്യന് പറയാൻ പറ്റുമോ? സ്നേഹമുള്ളവർ, എന്താണെന്ന് വെച്ചാൽ ഇത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. കാരണം എന്താ? ഇന്ന് വിശ്വാസം നമുക്ക് ഇല്ല. നമ്മുടെ പൂർവികർക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലുണ്ടായി, അല്ലേ? കാരണം ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, ഉണ്ടോ? അതുകൊണ്ട് ഹഗായി പ്രവാചകൻ കടന്നു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നു പോയി. കുടുംബ ബന്ധങ്ങൾ തകർന്നു. കുടുംബത്തെ കെട്ടിപ്പടുത്താൻ വേണ്ടി അവർ അധ്വാനിച്ചപ്പോൾ അവരോട് ഹഗായി പ്രവാചകൻ പറയും ഇപ്രകാരം പറയുന്നത്, ഹഗായി പ്രവാചകൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയെന്നോ ആമുഖത്തിൽ ഇല്ല. പക്ഷെ ദൈവം അയച്ച ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ പറഞ്ഞെന്താ? 2-ാമത്തെ അധ്യായം തുടങ്ങും ഇപ്രകാരമാണ്, നിങ്ങൾ നിങ്ങൾ പണിയാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടായത്? നിങ്ങളുടെ കുടുംബങ്ങൾ കർത്താവ് അഭിവൃദ്ധിയിടും, അല്ലേ ലിയ? നിങ്ങൾ പള്ളി പണിയാൻ പറയുമ്പോൾ ഞാൻ വലിയൊരു പള്ളി പണിയാനല്ല, നമ്മുടെ ശരീരമാകുന്ന ആലയങ്ങളെ നിങ്ങളെ പണിതെടുത്താൽ നോക്ക്. നമ്മുടെ കഴിഞ്ഞ നാളുകളെല്ലാം കുരിശിൻ്റെ വഴിയില്ലെന്നവരല്ലേ? നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്, അല്ലേ ലിയ? കുർബാനയ്ക്കോ കൂദാശകൾക്കോ ഒരു ദാരിദ്ര്യം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ എവിടെയും നമുക്കൊരു കോട്ടം, എവിടെ ഒരു വീഴ്ച നമുക്ക് സംഭവിക്കുന്നുണ്ട്. മാസം ഈ 40-50 ദിവസം ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കേണ്ട അതിപ്രധാനമായ ദിവസങ്ങളാണ്. മറ്റുള്ള ദിവസങ്ങളിൽ വേണ്ട എന്നല്ല, അല്ലേ ലിയ? 40 ദിവസം ഈശോ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പിശാച് അല്ലെങ്കിൽ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ പിശാച് പീഡിപ്പിച്ചു. അപ്പം നമ്മൾ 40 നോക്കിയാൽ മതിയോ? 40 നോക്കിയാൽ മതിയോ? അല്ലേ ലിയ? 40 നോക്കിയപ്പോരാ, 80 നോക്കിയപ്പോരാ. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ എന്താ വെച്ചാൽ കാരണവരിപ്പോൾ മാംസം വർജിക്കുന്ന ഒരു കാലഘട്ടം. മാംസം വർജിക്കുന്നു. 2 വയസ്സായ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള വിധേയത്തിൽ സ്കാനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തിട്ട് ആ ഡോക്ടർ കണ്ടു, MRI എന്തോ എടുത്ത് അതിലൊന്നും രോഗമില്ല. കൊച്ചുകുട്ടി 2 വയസ്സ്. ആ കൊച്ചുകുട്ടീനായിട്ട് എൻ്റെ മുറിയിലേക്ക് വന്നു. ഒരു ശുശ്രൂഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ അവർ പെട്ടെന്ന് കയറി അവർ പറഞ്ഞു, ഓഫീസർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കൊച്ചിനെ കാണിക്കണം, കാരണം ഈ കൊച്ചിന് മാരക രോഗമാണ്, അല്ലേ? അവരെ കൊണ്ടുവന്നു. ഞാൻ ഈ മണ്ണാർക്കാട് ഭാഗത്തുനിന്നാണ് ഇവിടെ വന്ന് ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് ഭക്ഷണപദാർത്ഥങ്ങളോടൊന്നും താല്പര്യമില്ല, ഈ കൊച്ചിന് ഒരു വസ്തു മാത്രമേ ആഗ്രഹമുള്ളൂ, എന്താണെന്ന് വെച്ചാൽ കോഴിയിറച്ചി. 2 വയസ്സുള്ള കൊച്ചിന് എന്തോരം കോഴിയിറച്ചി വെച്ചു കൊടുത്താലും കഴിച്ചോളും. ഡോക്ടർമാരെന്ത് ചെയ്തു? സ്കാൻ ചെയ്യും, MRI എടുക്കുക, CT സ്കാൻ. ഇപ്പൊക്കെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ആംഗിൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, അല്ലേ? എത്രയോ ജപമാല നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ പീഡാനുഭവ കാലഘട്ടത്തിൽ, നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും ഈശോ മിശിഹായുടെ കുരിശിൽ കിടക്കുന്ന രൂപം നമ്മൾ ധ്യാനിക്കണം. അല്ലെങ്കിൽ ഈശോ കൽത്തൂങ്ങി കെട്ടപ്പെട്ട് അടിയേക്കുന്നത്, അവിടെ കിടക്കുന്നത്, ആ അടിയും അവിടെ ചിന്നിച്ചിതറിയ ആ തിരുശരീരവും ആരുടേതാ? പാപ നമ്മുടേതാണ്, അല്ലേ ലിയ? അല്ലേ? സീനാ മലയിൽ ഒരു സന്യാസി, എല്ലാ സന്യാസിമാരെ ധ്യാനിക്കുന്ന സ്ഥലം. സീനാ മലയിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അവൻ അല്പം ഉഴപ്പനായിരുന്നു. കർത്താവ് എന്ത് ചെയ്തു? അവൻ മരിക്കാൻ സമയം കൊടുത്തു. അവൻ ധ്യാനിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇതിന്ന് എന്നെ മോചിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ, നീ ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? ഓരോ കാര്യം ചെയ്യുമ്പോഴും നിൻ്റെ അന്ത്യവിധിയെക്കുറിച്ച് ഓർക്കണം. നമ്മുടെ പാവങ്ങൾക്ക്
നമ്മുടെ പൂർവികയുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിൽ വന്നത്. അത് ശരീരത്തിലൂടെയുള്ള ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. നമ്മളെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഭക്ഷപദാർത്ഥങ്ങൾ ആർത്തിയോടുകൂടെ കഴിക്കുന്നത്. പലവിധ ഭക്ഷപദാർത്ഥങ്ങൾ അല്ലിരിക്കാം. അത് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം, ആനന്ദമില്ല. ഈശോയ്ക്ക് അതല്ലായിരുന്നു. ഈശോയ്ക്ക് കർത്താവുമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഏറ്റവും വലിയ ആനന്ദം. കൃപയുടെ കവാടം അങ്ങ് ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാം.